ഓക്കെ, സോ ഇന്ന് നമ്മൾ വിവോൻ്റെ ലേറ്റസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം വിവോ V21 മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഫോണാണ്. പക്ഷേ വിവോൻ്റെ ലേറ്റസ്റ്റ് കളർ ഓപ്ഷൻ എന്ന് പറയാൻ പറ്റും. അതായത് വിവോ V21 ഒരു പുതിയ കളർ ഓപ്ഷൻ വന്നിട്ടുണ്ട്, വിവോ V21 നിയോൺ സ്പാർക്ക്. ആ ഒരു മോഡലാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതുവരെ ഈ ചാനലിൽ വിവോ V21 അൺബോക്സിങ് ഫസ്റ്റ് ലുക്കും ഒന്നും ചെയ്തിട്ടില്ല. സോ ഞാൻ വിചാരിച്ചു നമുക്ക് അതും കൂടെ ചെയ്യാം. ഓക്കെ, സോ എനിവേ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അടുത്ത വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇതാണ് വിവോ V21 ബോക്സ്. ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. ഫസ്റ്റ് തന്നെ ഫോണാണ്, നമുക്കിത് മാറ്റി വെക്കാം. ഇതിൻ്റെ കൂടെ ഡോക്യുമെൻറ്റേഷൻ വരുന്നുണ്ട്. സിം ഇജക്ടർ പിൻ, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, ടൈപ്പ് സി USB കേബിൾ, 3.5mm ജാക്ക് ഉള്ള ഒരു ഇയർഫോണും വരുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ്. സിലിക്കോൺ TPU കേസ്, പിന്നെ ടൈപ്പ് സി ടു 3.5mm ജാക്ക് കൺവേർട്ടർ, കാരണം ഈ ഒരു ഫോണിൽ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. സോ ഇതാണ് വിവോൻ്റെ V21 നിയോൺ സ്പാർക്ക് എന്ന കളർ ഓപ്ഷൻ. പുതിയൊരു കളർ ഓപ്ഷനാണ്. ഒരു ബോൾഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആ രീതിയിലുള്ള ഒരു കളർ ഓപ്ഷനാണ്. തീർച്ചയായിട്ടും ഒരു ഡിഫറൻറ്റ് ലുക്കാണ്, എന്തായാലും സമ്മതിച്ചേ പറ്റും. ഒരു ഡിഫറൻറ്റ് ലുക്കാണ്. ഈ കളർ ഓപ്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് എഴുതി തരിക. തീർച്ചയായിട്ടും ഓക്കെ. ഈ ഒരു ഫോൺ ബോക്സിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സംഭവമായിരിക്കും. ഫസ്റ്റ് എന്തായാലും കളർ നോട്ടീസ് ചെയ്യും, ദാറ്റ്സ് ഫോർ ഷ്യൂർ. നെക്സ്റ്റ് ആണ് ഇതിൻ്റെ ലൈറ്റ് വെയിറ്റ് സംഭവം. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഏകദേശം 176 gram ആണ് ഈ ഫോണിൻ്റെ വെയിറ്റ്. തിക്നെസ്സും കുറവാണ്, 7.3mm ആണ്. സോ തീർച്ചയായിട്ടും ഒരു ഹാൻഡി ഫോണാണ്. പിന്നെ ഇതിൻ്റെ എഡ്ജസിലൊക്കെ ഒരു കേർവ്ഡ് രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് തന്നിരിക്കുന്നത്. 3.5D കേർവ്ഡ് ഗ്ലാസ് ഒക്കെ വരാറുണ്ടല്ലോ, ആ രീതിയിലുള്ള ഒരു കർവേച്ചർ ഉണ്ട്. സോ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല കംഫർട്ടബിൾ ഫീൽ ആവുന്നുണ്ട്. സോ നല്ല കംഫർട്ടബിൾ ലൈറ്റ് വെയിറ്റ് ഹാൻഡി ഫോണാണ് V21. ഫോണിൻ്റെ ബാക്ക് കവർ മെറ്റീരിയൽ AG ഗ്ലാസ് ആണ്. നല്ല സ്മൂത്ത് ഫിനിഷ് ആണ്. മാറ്റ് ആണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും മാറ്റ് ആണ്, കാരണം ആ ഒരു ഫിംഗർ പ്രിൻ്റ് ഒന്നും പറയുന്നില്ല. സോ നല്ല രീതിയിലുള്ള മാറ്റ് സ്മൂത്ത് ഫിനിഷ് തന്നിട്ടുണ്ട്. ഫോണിൻ്റെ ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്. തീർച്ചയായിട്ടും ഒരു ക്ലീൻ ലുക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു ബോൾഡ് കളറാണ്. വിവോ V20 വേറെ കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, മുമ്പ് ഇറങ്ങിയ കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം, വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ. എനിവേ ഹാൻഡ്ലിംഗ് നല്ലതാണ്. നല്ല വെയിറ്റ് ബാലൻസും നല്ല വെയിറ്റ് കുറവ് ഒക്കെയാണ്. സോ തീർച്ചയായിട്ടും നോ ഇഷ്യൂസ്. ഡിസൈൻ ഹാൻഡ്ലിംഗ് ഒക്കെ നല്ലതാണ്. 6.44 ഇഞ്ചിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ തന്നിട്ടുണ്ട്. 90 Hz ആണ് റിഫ്രഷ് റേറ്റ്. HDR10+ൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. 800 nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ബ്രൈറ്റ്നസ് ഉണ്ട്. പുറത്തു പോയാലും ഇവിടെ ഉള്ളിലാണെങ്കിലും നോ ഇഷ്യൂസ്. ബ്രൈറ്റ്നസ് ധാരാളമാണ്. സ്കോട്ട് സെൻസേഷൻ്റെ ആണ് പ്രൊട്ടക്ഷൻ. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് പ്രീ അപ്ലൈഡ് സ്ക്രീൻ പ്രൊട്ടക്ടറും വരുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾസോ ഗുഡ്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഓൺലൈൻ OTT പ്ലാറ്റ്ഫോംസ്, ഫോർ എക്സാമ്പിൾ ആമസോൺ പ്രൈം വീഡിയോ ആണെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ഫുൾ HD 1080p കണ്ടന്റ് ആസ്വദിക്കാൻ കഴിയും. ഞാൻ കാണിച്ചു തരാം. ഞാൻ നോക്കിയിരുന്നു, ഇറ്റ്സ് വർക്കിംഗ്. ഈ ഫോണിൽ ഒരു AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് വിവോ ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം. ഈ ഡിസ്പ്ലേൻ്റെ ബെസൽ സൈസ് നോക്കുകയാണെങ്കിൽ ഡീസെൻ്റ് ആണ്. ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ഇറ്റ്സ് ഓക്കെ. ബോട്ടം ഡീസെൻറ്റ് സൈസ്, അത്യാവശ്യം ഡീസെൻറ്റ് സൈസ് ചിഹ്നം വരുന്നുണ്ട്. പിന്നെ മേളിലൊരു ഡ്രോപ്പ് നോച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. നോർമലി ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ പഞ്ച് ഹോൾ ആണ് വരുന്നത്. വിവോ പറയുന്നതനുസരിച്ച് അവരുടെ ഒരു സെൽഫി സെൻസർ ഉണ്ടല്ലോ, 44 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. സോ അത്യാവശ്യം വലിയ സെൻസർ ഉണ്ട്. അതിനോടൊപ്പം തന്നെ OISൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. സോ നമ്മൾ പഞ്ച് ഹോൾ വെക്കുകയാണെങ്കിൽ വലിയൊരു പഞ്ച് ഹോൾ വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇവർ ഡ്രോപ്പ് നോച്ച് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു AMOLED പാനലാണ് തന്നിരിക്കുന്നത്. സോ ആ ഒരു കോൺട്രാസ്റ്റും വൈബ്രൻറ്റ് കളേഴ്സും ഡീപ്പ് ബ്ലാക്സ് ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടും തീർച്ചയായിട്ടും. 8GB 128GB ആണ് റാം സ്റ്റോറേജ് വേരിയൻറ്റ്. LPDDR4X റാം ആണ് കൊടുത്തിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജും വരുന്നുണ്ട്. മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 800U 5G ചിപ്സെറ്റ് ആണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു മിഡ് റേഞ്ച് ലെവൽ ചിപ്സെറ്റ് ആണ്. ആ ഒരു ലെവലുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നോർമൽ പെർഫോമൻസ്, നോർമൽ യൂസിൽ ഒരു ഇഷ്യൂ ഇല്ല. ഔട്ട് ഓഫ് ദ ബോക്സ് Android 11 കിട്ടുന്നുണ്ട് വിത്ത് ഫൺ ടച്ച് OS. സോ വളരെ സ്മൂത്ത്ലി വർക്ക് ആവുന്നുണ്ട്. 90 Hz ഒക്കെ വളരെ ഈസിലി അത് ഹാൻഡിൽ ചെയ്യും. സോ നോ ഇഷ്യൂസ്. നോർമൽ യൂസിൽ കോളിംഗ്, വാട്സാപ്പ്, ഫേസ്ബുക്ക് ഒരു ഇഷ്യൂ ഇല്ല. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു 7nm ഒക്ടാ കോർ ചിപ്സെറ്റ് ആണ്. 2.4 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. ഞാൻ BGMI കളിച്ച് നോക്കിയിരുന്നു. അത്യാവശ്യം സ്മൂത്ത് അൾട്രയിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. അതായത് 40 FPS കളിക്കാൻ പറ്റുന്നുണ്ട്. സോ മിഡ് റേഞ്ച് ലെവൽ ഗെയിമിംഗ് പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ ഈസിലി കിട്ടും. നല്ല സ്മൂത്ത് പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. ഫ്രെയിം ഡ്രോപ്സ് ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. കളിക്കാൻ പറ്റും. ഈ ഫോണിലുള്ള ചിപ്സെറ്റ് ഒരു 5G ചിപ്സെറ്റ് ആണ്. സോ വിവോ V21 ഒരു 5G ഫോണാണ്. പക്ഷേ സിംഗിൾ 5G ബാൻഡ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ആ കാര്യം ഓർക്കണം. പിന്നെ കുറേ പേര് താഴെ കമൻറ്റ് ബോക്സിൽ ഹാപ്റ്റിക് ഫീഡ്ബാക്കിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ഇതിലങ്ങനെ പ്രത്യേകിച്ച് മോട്ടറൊന്നും വരുന്നില്ല. നോർമൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നത്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 64 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. മെയിൻ ക്യാമറ OISും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 8 MP അൾട്രാവൈഡ്, 2 MP മാക്രോ ആണ്. ഫ്രണ്ടിൽ 44 MP OIS സപ്പോർട്ട് ചെയ്യുന്നൊരു സെൽഫി ക്യാമറ വരുന്നുണ്ട്.
വരുന്നുണ്ട്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ 44 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ ഉള്ള ഒരു ഫോൺ അൺബോക്സ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് മെഗാ പിക്സൽ ഉണ്ട് സെൽഫി ക്യാമറയിൽ. നല്ല ഫോട്ടോസാണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ലേ മിഡ് റേഞ്ച് ലെവൽ ചിപ്സെറ്റ് ആയതുകൊണ്ട് ആ ഒരു മിഡ് റേഞ്ച് ലെവൽ ഫോട്ടോഗ്രാഫിയാണ് ഇവിടെ കിട്ടുന്നത്. അത്യാവശ്യം ഡൈനാമിക് റേഞ്ച് ഒക്കെ ഉണ്ട്, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല, കളേഴ്സൊക്കെ വരുന്നുണ്ട്. ഈ ഫോൺ വെച്ചെടുത്ത ഫോട്ടോ സാമ്പിൾസും വീഡിയോ സാമ്പിൾസും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. സെൽഫി ക്യാമറ നല്ലതാണ്, 44 മെഗാ പിക്സൽ ആയതുകൊണ്ട് അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്, നല്ല ഷാർപ്പ് ഫോട്ടോസാണ് കിട്ടുന്നത്. ലൈറ്റ് കൺട്രോൾ, ഡൈനാമിക് റേഞ്ച്, സ്കിൻ ടോൺ ഒക്കെ നല്ലതാണ്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ റിയർ ക്യാമറ വെച്ച് ചില ഫോട്ടോസിൽ ഈ വെളുപ്പിക്കൽ നടക്കുന്നുണ്ട്, നോർമലി വിവോ ഫോൺസിൽ വരാറുണ്ട്. സ്പെഷ്യലി പോർട്രേറ്റ് മോഡ് ഓൺ ചെയ്യുമ്പം ചെറിയൊരു വൈറ്റനിങ് വരുന്നുണ്ട്. 4K at 30 FPS ആണ് മാക്സിമം വീഡിയോ ക്വാളിറ്റി, ഫ്രണ്ട് ആൻഡ് ബാക്ക്. സോ ഫ്രണ്ടും ബാക്കും വെച്ച് നിങ്ങൾക്ക് 4K at 30 FPS എടുക്കാൻ പറ്റും. റിയർ വീഡിയോ പെർഫോമൻസ് ഓക്കെയാണ്, അത്യാവശ്യം കളറൊക്കെ വരുന്നുണ്ട്, ഡൈനാമിക് റേഞ്ചസ് ഓക്കെ, പിന്നെ ഫോക്കസിങ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല, ഫോക്കസ് സെൻറ്റിങ് ഇഷ്യൂ ഒന്നും വരുന്നില്ല. നല്ല സ്റ്റെബിലേഷൻ ആണ്, ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും നല്ല രീതിയിൽ സ്റ്റെബിലേഷൻ കിട്ടുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം വീഡിയോ സാമ്പിൾസ്. ഈ ഫോണിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി, പിന്നെ ഇത് സ്ലിം ഹാൻഡി ആക്കാൻ വേണ്ടി ബാറ്ററി അവർ കുറച്ചിട്ടുണ്ട്. 4000 mAh ബാറ്ററിയാണ് കിട്ടുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ബോക്സിൽ വരുന്നത്. ഫോണിൽ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. പിന്നെ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഞാൻ സ്റ്റീരിയോ സ്പീക്കേഴ്സ് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇവിടെ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ് വരുന്നത്. സ്പീക്കർ ക്വാളിറ്റി ഡീസൻ്റ് ആണ്. നോർമലി സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സിൽ കിട്ടുന്ന എക്സാക്ട്ലി സെയിം ഓഡിയോ ക്വാളിറ്റിയാണ് ഇവിടെയും കിട്ടുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നോ ഇഷ്യൂസ്, ഗ്ലിച്ച് ഒന്നുമില്ല, നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതേ രീതിയിൽ ഫേസ് അൺലോക്ക് ഓക്കെ ആണ്. കാരിയർ എഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡ്യുവൽ 4G ഡ്യുവൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വൈഫൈ കോളിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സാർ വാല്യൂ ഇസ് അണ്ടർ ലിമിറ്റ്. ഇതൊരു ഓഫ്ലൈൻ സെൻട്രിക് ഫോൺ ആയതുകൊണ്ട് നല്ല ഡിസ്കൗണ്ടും ഓഫേഴ്സും കിട്ടാൻ ചാൻസ് ഉണ്ട്. 25,000 താഴെ, 20,000 to 25,000 ഇടയിൽ കിട്ടുകയാണെങ്കിൽ നോക്കാവുന്ന ഒരു ഫോണായിരിക്കും Vivo V21. പിന്നെ സ്പെഷ്യലി ഈ കളറൊക്കെ ഇഷ്ടമാണെങ്കിൽ നോക്കാം തീർച്ചയായിട്ടും. തിൻ, ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഹാൻഡി ഫോണാണ്. അതിനോടൊപ്പം തന്നെ നല്ലൊരു സെൽഫി ക്യാമറ പെർഫോമൻസും കിട്ടുന്നുണ്ട്, OISൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും അതൊക്കെ നോക്കാവുന്ന ഒരു ഫീച്ചേഴ്സാണ്. ഓക്കെ, സോ ബാക്കി നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കും താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവർ. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.